Hi all. So today what we are going to study is the next topic, that is the control statements or control structures in PHP. So ഒരു PHP പ്രോഗ്രാമിൽ എന്തൊക്കെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So what the topic that we are going to study here is control statements. So first of all we should know what a control statement is. Control statement എന്തുവാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. Then we will see each and every control statements with a sample program. So control statement, normally when a program gets executed in your computer, what happens is each and every line in your program will be executed line by line. For example, ഞാൻ ഇവിടെ ഒരു PHP കോഡ് എഴുതുകയാണ്. ഞാൻ x is equal to 10 എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. എന്നിട്ട് in the next line I am writing echo hello, I am here. Just writing some line of codes here. അടുത്ത ലൈനിൽ ഞാൻ എഴുതുന്നു echo going to give the variable, I'm going to display the variable, and then echo the program ends, and I'm giving a br here to break the line. Here also a br, and here also a br. So ഇതൊരു സാധാരണ ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ കോഡ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ പ്രോഗ്രാം, ആൻഡ് പ്രോഗ്രാം ഞാൻ സേവ് ചെയ്തേക്കുന്ന server.php എന്ന് പറഞ്ഞാണ്. യു ക്യാൻ സീ ദ server.php. ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനകത്തുള്ള എല്ലാ വാല്യൂസും ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. റൈറ്റ്. സോ ഓക്കെ, br കോളിനിട്ടില്ല, ദാറ്റ് ഇസ് എ റീസൺ. സോ ഇവിടെ ഞാൻ പ്രോഗ്രാം ഒന്നൊന്ന് റൺ ചെയ്യുകയാണ്. സോ ഇതിനകത്ത് ഓൾറെഡി പ്രോഗ്രാംസ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ഗീവ് എ br ഹിയർ ഇറ്റ് വിൽ ഗോ ടു ദി നെക്സ്റ്റ് ലൈൻ ആസ് വെൽ. നെക്സ്റ്റ് ലൈനിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ br കൊടുക്കുക. സോ ഇറ്റ് വിൽ ഗോ ടു ദി നെക്സ്റ്റ് ലൈൻ. സോ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഹെല്ലോ ഐ ആം ഹിയർ, ആൻഡ് സെക്കൻഡ് ഇറ്റ് ഇസ് 10, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ പ്രോഗ്രാം എസ്. അതായത് ലൈൻ ബൈ ലൈൻ ആണ് നമ്മുടെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് ഫിഫ്ത്ത് ലൈനിലുള്ള വാല്യൂ ആദ്യം x10 എന്നുള്ള വേരിയബിൾ എക്സിലോട്ട് സ്റ്റോർ ആകുന്നു. ദെൻ ഇറ്റ് ഗോസ് ടു ദി എക്കോ പാർട്ട്, ദാറ്റ് ഇസ് ഫസ്റ്റ് എന്തുവാണ് എക്കോയിൽ എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഇസ് ഷോൺ ഇൻ ദ സ്ക്രീൻ. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആണ്. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ് ടു ചേഞ്ച് ദി ഫ്ലോ ഓഫ് കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ ഇൻ എ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിനകത്ത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷന് പകരം യു ക്യാൻ ചേഞ്ച് ദി ഫ്ലോ ഓഫ് കൺട്രോൾ. ദാറ്റ് ഇസ് ഇവിടെ ലൈൻ ബൈ ലൈൻ എനിക്കിപ്പം എക്കോ എന്ന് ലൈൻ certain കണ്ടീഷൻസ് അല്ലെങ്കിൽ certain സിറ്റുവേഷൻസിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഈ എക്സ് എന്ന് പറഞ്ഞത് certain സിറ്റുവേഷൻസിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ യു ക്യാൻ യൂസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്. വൺ ഇസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദി അതർ വൺ ഇസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദി അതർ വൺ ഇസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഫസ്റ്റ് ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ആൻഡ് അടുത്ത ലെക്ചറിൽ വി വിൽ സീ ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ PHPയിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് ഇഫ് else if statement, and then you have something called switch case. So if else statement, we will see the if else statement first. ഇവിടെ if else statement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we are doing is we are going to set some conditions. Based on the condition certain line of code will be executed, otherwise the other line of code will not be executed. For example, ഇവിടെ ഞാൻ x is equal to 10 എന്ന് എഴുതിയേക്കുന്നു. ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമിൽ ഐ ഹാവ് 2 ലൈൻസ്. ഈ 2 ലൈനുകളാണെന്ന് വിചാരിക്കുക. ഐ എം ഡിലീറ്റിംഗ് ദിസ് ലൈൻ ഹിയർ. ആൻഡ് എക്സ് 10 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്താൽ മതി. എക്സ് 10 ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ യു ക്യാൻ പ്രിൻറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എക്സ് 10 ആണെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യു ഹാവ് ടു പ്രിൻറ്റ് ലൈക്ക് the value is not 10. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ യു ക്യാൻ ഗോ ഫോർ സംതിങ് കോൾഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്തുവാണ്, ദ വേരിയബിൾ എക്സ് 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ പ്രീവിയസ്ലി നമ്മൾ ദി ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ യു ഹാവ് സ്റ്റഡീഡ് സംതിങ് കോൾഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇൻ ദാറ്റ് യു ഹാവ് ഡബിൾ ഈക്വൽ ടു. സോ യു ക്യാൻ do the same process here.
ഇത് നമ്മൾ സാധാരണ C++ൽ ഫോളോ ചെയ്യുന്ന സെയിം പ്രിൻസിപ്പിളാണ്. എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനകത്തിരിക്കുന്ന വാല്യൂ ഏത് വാല്യൂ ആണെങ്കിലും അത് 10 ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ മാത്രം എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്താൽ മതി. ഈ സ്റ്റേറ്റ്മെൻറ്റ് x=10 ആണെങ്കിൽ മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യണം? പ്രോഗ്രാം എൻസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. സോ വാട്ട് ഐ ക്യാൻ ഡു ഐ ക്യാൻ പുട്ട് ആൻ എൽസ് ദെയർ. എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എൽസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് യു ആർ ഗോയിങ് ടു ഗിവ് ദി എക്കോ പ്രോഗ്രാം എൻ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ x10 ആണെങ്കിൽ ഈ ലൈനിനെ എക്സിക്യൂട്ട് ചെയ്യും. x10 അല്ലെങ്കിൽ ഈ ലൈനിനെ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യുന്ന ഇറ്റ് ഈസ് നോട്ട് എക്സിക്യൂട്ടിംഗ് ദിസ് ലൈൻ ആൻഡ് ഇറ്റ് ഗോസ് ടു ദി നെക്സ്റ്റ് ലൈൻ, ദാറ്റ് ഇസ് എക്കോ പ്രോഗ്രാം എൻസ്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബിഫോർ ദാറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ബ്രാക്കറ്റ് ദ കണ്ടീഷൻ ദാറ്റ് യു വാണ്ട് ടു ചെക്ക്. കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു അതെല്ലാം എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ യു ക്യാൻ ഗോ ടു ദി എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓപ്ഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. എൽസ് എഴുതിയില്ലെങ്കിലും നോ പ്രോബ്ലം. ബട്ട് ഈ കണ്ടീഷൻ ഫെയിൽ ആകുമ്പോൾ ഇത്രയും ലൈൻ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ഈ ലൈൻ എക്സിക്യൂട്ട് ആവുന്നത്. ദിസ് ഇസ് ദ വേ യു ആർ റൈറ്റിംഗ് ദി ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ PHP. നമ്മുടെ C ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ ഇഫിൻ്റെ കേളി ബ്രേസസിനകത്ത് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. ഫോൾസ് ആണെങ്കിൽ എൽസിനകത്ത് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. സോ ലെറ്റ്സ് റൺ ദിസ് പ്രോഗ്രാം. ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ 10 ആണ് കൊടുത്തേക്കുന്നത്. സോ 10 ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് പ്രിൻ്റ് ആവേണ്ടത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. Okay, there is some semicolon missing somewhere. Yeah, we have a semicolon missing. എല്ലാ ലൈൻ എൻഡ് ചെയ്യുമ്പോഴും you have to put a semicolon there. Now you can see the output. Hello, I am here. Hello ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എക്സിക്യൂട്ട് ആകുന്നത്. ഞാൻ ഇവിടുത്തെ വാല്യൂ മാറ്റുകയാണ്. 12 ആണ് കൊടുത്തതെങ്കിൽ എൽസ് ഈ കണ്ടീഷൻ ഫെയിൽ ആകും. ഈ കണ്ടീഷൻ ഫെയിൽ ആയിട്ട് ഈ പ്രോഗ്രാമിൻ്റെ എൻസ് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. Now you can see that program ends എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ആവും. This is the first type of conditional statement that you have. സോ ആദ്യത്തെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ദാറ്റ് ഇസ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് എൻ്റർ ഇൻസൈഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഈ ക്ലോസിംഗ് ബ്രേസസ്, ഇഫിൻ്റെ ക്ലോസിംഗ് ബ്രേസസ് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഏതാണോ ആ ലൈനിനെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യണം. ഞാനിവിടെ എൽസ് എഴുതിയില്ലെങ്കിലും ഇറ്റ് വിൽ വർക്ക്. എൽസ് എഴുതിയില്ലെങ്കിലും വർക്ക് ചെയ്യും. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല. ഇഫ് കണ്ടീഷൻ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ ഈ ലൈൻ സ്കിപ്പ് ആവും. അത് കഴിഞ്ഞ് ക്ലോസിംഗ് ബ്രേസസ് കഴിഞ്ഞിട്ട് വരുന്ന ലൈൻ ഏതോ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവിടെയും സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ യു ഹാവ് സംതിങ് കോൾഡ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് വെൻ യു വാണ്ട് ടു ചെക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൽ ഒരേ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതി. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതേ വീഴുന്നു ഇല്ലേ. അതല്ല, എനിക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യണം. അതായത് x=10 എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ഡിസ്പ്ലേ ദിസ് തിങ്. x=12 ആണെങ്കിൽ ദിസ് വൺ. x=13 ആണെങ്കിൽ വേറൊരു ലൈൻ പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് യു ഹാവ് ടു ഗോ ഫോർ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഫ് കണ്ടീഷൻ നമ്മളിവിടെ എഴുതിയതുപോലെ തന്നെയാണ്. ഇനി അടുത്ത കണ്ടീഷൻ ഏതാണോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിനെ എൽസ് ഇഫ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണം. എൽസ് ഇഫ് എനിക്ക് എക്സിൻ്റെ വാല്യൂ, അതായത് $x വാല്യൂ 12 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് എൽസ് ഇഫ് $x=14 ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുമ്പോൾ യു ആർ നോട്ട് പുട്ടിങ് എ സെമിക്കോളൻ ഹിയർ. യു ഓപ്പൺ ദ ബ്രേസസ് ആൻഡ് ക്ലോസ് ദ ബ്രേസസ്. ഈ ഓപ്പണിംഗ് ബ്രേസസും ക്ലോസിംഗ് ബ്രേസസിനകത്ത് നിങ്ങൾ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയോ അതെല്ലാം ഇതിനകത്ത് എക്സിക്യൂട്ട് ആകും. എൽസ് ഇഫ് x=14 ആണെങ്കിൽ ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു the value is $x എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും അല്ല, ഈ 3 വാല്യൂ അല്ല നിങ്ങൾ കൊടുത്തതെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ലൈക്ക് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ എൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ 3 അല്ലാത്ത ഏത് വാല്യൂസിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. നോട്ട് 10, 12, 14 ഇങ്ങനെ എഴുതി ഒരു ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ്
മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ്. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് 12 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് 14 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് മൂന്നും അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ലെറ്റ്സ് റൺ ദിസ് പ്രോഗ്രാം വൺസ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂ 12 ആണ്. 12-നകത്ത് നമ്മൾ എഴുതിയിരുന്നത് പ്രോഗ്രാം എൻസ് എന്നാണ്. ഇവിടെ ഞാൻ വാല്യൂ ഒന്ന് മാറ്റുകയാണ്. 14 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിൻറ്റ് ദ വാല്യൂ ഇസ് 14. യു ക്യാൻ സീ ദാറ്റ് വാല്യൂ ഇസ് 14. അതേപോലെ ഇവിടെ ഞാൻ വാല്യൂ 10 ആക്കുകയാണെങ്കിൽ 10 ആണെങ്കിൽ ഇറ്റ് വിൽ പ്രിൻറ്റ് ഹലോ ഐ ആം ഹിയർ. server.php ഹലോ ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. ഇത് മൂന്നും അല്ല, ഞാൻ 17 ആണ് വാല്യൂ ഇവിടെ കൊടുത്തതെങ്കിൽ ഈ മൂന്ന് കണ്ടീഷനും ഫെയിൽ ആകും. ഇറ്റ് കംസ് ടു ദി എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇറ്റ് സേസ് ലൈക്ക് ദ വാല്യൂ ഇസ് നോട്ട് 10, 12 ആൻഡ് 14. ദിസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്ന അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വെൻ യു റൈറ്റ് ഇറ്റ് ഇൻ യുവർ എക്സാമിനേഷൻ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഇഫ് കണ്ടീഷൻ ചെക്കിംഗ്, യു ആർ ചെക്കിംഗ് എ കണ്ടീഷൻ ഹിയർ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ലൈൻ 1, ലൈൻ 2, ഇങ്ങനെ 2 ലൈൻസ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. രണ്ടാമത് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എൽസ് ഇഫിനകത്ത് യു ആർ അഗെയിൻ ചെക്കിംഗ് എ കണ്ടീഷൻ, else ifനകത്ത് you are again checking a condition and condition ചെയ്തു you are going to check another line, line 3, line 4 and then ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കണ്ടീഷനും ഫെയിൽ ആവുകയാണെങ്കിൽ it will go to the else statement. else statementനകത്ത് you can go for line 5. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ലൈൻ 1ഉം ലൈൻ 2ഉം എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫെയിൽ ആണെങ്കിൽ ഇറ്റ് കംസ് ടു ദി സെക്കൻഡ് കണ്ടീഷൻ, എൽസ് കണ്ടീഷൻ, ലൈൻ 3, ലൈൻ 4 എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ ഗോസ് ടു ദി തേർഡ് ലൈൻ, ദാറ്റ് ഇസ് ലൈൻ 5. സോ ദിസ് ഇസ് അനദർ കൈൻഡ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതേപോലെ ഈ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് പകരം വി ക്യാൻ യൂസ് അനദർ കൈൻഡ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, വി കോൾ ഇറ്റ് ആസ് സ്വിച്ച് കേസ്. സ്വിച്ച് കേസ് എന്നാണ് പറയുന്നത്. സ്വിച്ച് കേസ് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 17, നമ്മൾ ഇവിടെ എഴുതിയ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദിസ് പ്രോഗ്രാം. ഇവിടെ എഴുതിയായിരുന്നു എക്സ് 10 ആണെങ്കിൽ 12 ആണ്. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു സ്വിച്ച് കേസ് ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വിച്ചിനകത്ത് ഏത് വേരിയബിളാണോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഏത് വേരിയബിളാണ് എക്സ് എന്നുള്ള വേരിയബിളാണ്, ആ വേരിയബിളിനെ സ്വിച്ചിനകത്ത് പാസ് ചെയ്യുക, സ്വിച്ച് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുക. സോ എക്സ് സ്വിച്ച് ഓപ്പൺ ചെയ്യണം, യു ആർ ഗോയിങ് ടു ക്ലോസ് ഇറ്റ്. ഓപ്പണിങ് ക്ലോസും ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിനകത്ത് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കണ്ടീഷൻ, ഇഫിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കണ്ടീഷനും ഓരോ കേസ് ആയിട്ടാണ് കേസ് എഴുതുന്നത്. കേസ് വിത്ത് വാട്ട് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ദാറ്റ് യു ഗോയിങ് ടു ചെക്ക്. കേസ് 10 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ എക്സിനകത്ത് വരുന്ന വാല്യൂ ഈ കേസിൻ്റെ 10 ആണോ ചെക്ക് ചെയ്യും. 10 ആണെങ്കിൽ ഈ കേസിനകത്ത് ഈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. റൈറ്റ്, ഏതൊരു കേസ് എഴുതി കഴിഞ്ഞാലും ആ കേസിൻ്റെ എൻഡിൽ യു ഷുഡ് ഗിവ് എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ദാറ്റ് കേസ്. അടുത്ത കേസ് എന്താണ്, കേസ് 14 ആണോ എന്നാണ്, നമ്മൾ 12 ആണോ എന്നാണ് ചെക്ക് ചെയ്തത്. കേസ് 12 ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാം എൻഡ്സ് എന്നാണ് പ്രിൻറ്റ് ചെയ്തത്. റൈറ്റ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കേസ് 14 ആയിരുന്നു. കേസ് 14 ആണെങ്കിൽ വി വിൽ ഗോ ഫോർ എക്കോ 14 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ യു ഹാവ് ടു പുട്ട് എ ബ്രേക്ക് ദെയർ. അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയ എൽസ് ആണ്. ഇത് മൂന്നും അല്ലാത്ത കേസുകൾ, അങ്ങനത്തെ കേസുകളിൽ വിൽ ഗോ ഫോർ ഡിഫോൾട്ട്. ഡിഫോൾട്ടായിട്ട് നമ്മൾ എഴുതുന്നു ദി എക്കോ ദ വാല്യൂ ഇസ് നോട്ട് 14. സോ ഇങ്ങനെ ഇഫ് എൽസ് ഇഫ് എഴുതുന്നതിന് പകരം യു ക്യാൻ ഗോ ഫോർ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ. സ്വിച്ച് കേസും അനദർ ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. എക്സിൻ്റെ വാല്യൂ ഇവിടെ 10 ആണെങ്കിൽ 10 ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ 10 കേസ് 10ലോട്ട് പോകും. 12 ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ കേസ് 12ലോട്ട് പോകും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. ഇപ്പോൾ 10 ആയതുകൊണ്ട് ഹിയർ ഹലോ ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് വാല്യൂ ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. കാരണം കേസ് 10നകത്താണ് നമ്മൾ ഹലോ ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ 17 കൊടുത്തായിരുന്നെങ്കിൽ 10ലും പോകത്തില്ല, 12ലും പോകത്തില്ല, 14ലും പോകത്തില്ല, ഗോസ് ടു ദി ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ്, സോ ഇങ്ങനെയാണ് നമ്മൾ സ്വിച്ച് കേസ് കണ്ടീഷൻ. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടീഷൻ്റെ ബേസിൽ സെർട്ടൻ ലൈൻസിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ കേസ് 10ൽ ഞാൻ ബ്രേക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഇഫ് ഐ എം നോട്ട് യൂസിങ് എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ, വാട്ട് ഹാപ്പൻസ് ഇസ് 10 ആണ് എൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് കംസ് ടു കേസ് 10. ഇത് പ്രിൻറ്റ് ചെയ്യും, പക്ഷേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി അടുത്ത കേസിലോട്ട് എൻ്റർ ചെയ്യും. അങ്ങനെ എവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നു അവിടം വരെയുള്ള എല്ലാ കേസിനെയും എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ തൽക്കാലം ബ്രേക്കിനെ കമൻറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 ഔട്ട്പുട്ട്സ്, ഹലോ ഐ ആം ഹിയർ ആൻഡ് ദി പ്രോഗ്രാം
എൻഡ്സ്, അതായത് ആദ്യം 10-ൽ വന്നു ഹലോ ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് റിമൂവ് ചെയ്തായിരുന്നു. സോ ഇറ്റ് കംസ് ടു കേസ് 12. സോ അതുകൊണ്ടാണ് വി ആർ ഗിവിംഗ് ദി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺസ് യു ഫിനിഷ് എ കേസ്. ഇത് നമ്മൾ ഓൾറെഡി സി ലാംഗ്വേജ്, C++, ജാവ ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്വിച്ച് കേസ് ഇറ്റ് ബിക്കംസ് വെരി ഈസി. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ദർ ഇസ് നോ അതർ ചേഞ്ചസ് ഇൻ ദിസ് തിങ്. സോ ദിസ് ഇസ് ഹൗ these are the conditional statements that we use in PHP. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദീസ് ആർ ദി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഇസ് ഇഫ് എൽസ്, അത് കഴിഞ്ഞ് ഇഫ് എൽസ്, അത് കഴിഞ്ഞ് യു ഹാവ് സ്വിച്ച് കേസ്. സ്വിച്ച് കേസിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ആൻഡ് ബ്രാക്കറ്റിൽ ഏത് വേരിയബിൾ ആണോ നമ്മൾ കണ്ടീഷൻ ചെക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ആ വേരിയബിൾ, അത് കഴിഞ്ഞ് കേസിനകത്ത് യു ക്യാൻ ഗിവ് ദി വേരിയബിൾസ്. ഇപ്പോൾ ടെക്സ്റ്റ് വേരിയബിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് കഴിഞ്ഞ് റൈറ്റ് ദി ലൈൻ ഓഫ് കോഡ്. അത് എല്ലാ സ്വിച്ച് കഴിയുമ്പോഴും യു ഹാവ് ടു പുട്ട് എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ നമുക്ക് സ്വിച്ചിനെ ഫോളോ ചെയ്യാം. അങ്ങനെ എത്ര കേസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വിച്ച് കേസിനകത്ത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ദീസ് ആർ ദി 3 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് യു ഹാവ്. സോ ഇനി അടുത്തത് വി വിൽ സീ വാട്ട് ആർ ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു യൂസ് ഇൻ PHP program. Thank you.